വിഴിഞ്ഞത്ത് മുതലപ്പുഴയിലും മത്സ്യത്തൊഴിലാളികളെ കാണാതായ വീടുകൾ സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറും സർക്കാർ ഒപ്പമെന്നും കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കുകയും അപകടം പറ്റിയാൽ ഗോൾഡൻ അവറിലെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുമെന്നും ഫിഷറീസ് മന്ത്രി ഉറപ്പു നൽകി. മത്സ്യത്തൊഴിലാളികളെ കാണാതായി 10 ദിവസം പിന്നിട്ടിട്ടും ഫിഷറീസ് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് ഇന്ന് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും മന്ത്രിമാരുടെ സന്ദർശനം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിച്ചത്. ആദ്യമെത്തിയത് വിഴിഞ്ഞത്ത് കാണാതായ പുല്ലുവിള സ്വദേശി ജോൺ മത്യാസിന്റെ വീട്ടിലായിരുന്നു. അരമണിക്കൂറിലധികം വീട്ടുകാരുമായി സംസാരിച്ച് അവരുടെ ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ട പരിഹാരം ഉടനടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായാൽ ആദ്യത്തെ ഗോൾഡൻ അവറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴും ഏകോപിപ്പിക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നും രക്ഷാദൌത്യത്തിന് കൃത്യമായ പ്രോട്ടോകോൾ ഇല്ല എന്നതുമാണ് ജോണിന്റെ മകൾ ജിജി ആദ്യമേ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെയും മന്ത്രിമാർ നേരിട്ട് കേട്ടറിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ തടയാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് തന്നെ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഗോൾഡൻ അവറിൽ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത്. മുതലപ്പുഴയുടെ വിഷയവുമായി സംബന്ധിച്ച് ഡ്രഡ്ജിങ്ങിന് ഗവൺമെന്റ് ഓർഡർ ജിയോ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കും. അവർക്കതിന്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. SOP 2 ആഴ്ചക്കുള്ളിൽ നിലവിൽ വരും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അതൊക്കെ ഓൾറെഡി അവരുടെ ഇപ്പം അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് നമുക്ക് അഷ്യൂറിറ്റി തന്നിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത്. വിഴിഞ്ഞത്ത് നിന്ന് നേരെ മുതലപ്പുഴയിലെത്തിയ മന്ത്രിമാർ ദുരിതമേഖലകൾ സന്ദർശിച്ചു. കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒരു ശാശ്വത പരിഹാരവും രക്ഷാദൌത്യത്തിന് വേണ്ട കാര്യക്ഷമമായ ഇടപെടലും തന്നെയാണ് നാട്ടുകാർ ഉന്നയിച്ചത്. അതേസമയം കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.